വേതന വർധനവ് ആവശ്യപ്പെട്ടുള്ള സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് പ്രതിഷേധം. സമരവേദിയിൽ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ രമയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായി ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിച്ചു. 36ാം ദിവസത്തിലാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് ആശാവർക്കർമാർ കടന്നത്. സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടങ്ങളെല്ലാം പ്രവർത്തകർ ഉപരോധിച്ചിരിക്കുകയാണ്. ഗേറ്റുകളെല്ലാം അടച്ചുപൂട്ടിയ പോലീസ് കനത്ത സുരക്ഷയാണ് സെക്രട്ടേറിയറ്റിനു ചുറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമരത്തെ പിന്തുണയ്ക്കുന്ന വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും ഉപരോധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയാണ് മുൻകൈയെടുക്കേണ്ടതെന്ന് സമരവേദിയിൽ പിന്തുണയുമായി എത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സമരം ചെയ്തല്ല നേടിയെടുക്കേണ്ടതെന്നാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഇവർ കമ്മ്യൂണിസ്റ്റ് അല്ല, ഇപ്പോൾ തീവ്ര വലതുപക്ഷ ലൈനാണ്. കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് സമരത്തിലൂടെയല്ല എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുതലാളിത്തത്തിന്റെ ഭാഷയാണ്. ഈ സമരം വിജയിക്കാൻ പാടില്ലെന്നൊരു വാശിയാണ്. സമരം ചെയ്യുന്ന സ്ത്രീകളോടാണോ സർക്കാരിന്റെ യുദ്ധപ്രഖ്യാപനമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഈ സമരത്തെ തകർക്കുന്നതിന് വേണ്ടി, ഇവിടെ ഈ സഹോദരിമാർ എത്താതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ശ്രമങ്ങളാണ് ഈ സർക്കാർ നടത്തിയത്. ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്തതാണ് സ്ത്രീ ശക്തി എന്നാണ് നിങ്ങൾ ഈ സമരത്തിലൂടെ ഇന്ന് തെളിയിച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് വിസ്മയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ അവിടുത്തെ യോഗത്തിൽ പറഞ്ഞു, ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ ആശാവർക്കർമാരുടെ സമരം, സഹോദരിമാർ ഉപരോധം നടത്തുന്നു. തൊട്ടപ്പുറത്ത് അംഗൻവാടി ജീവനക്കാർ, സ്ത്രീകൾ സമരം ചെയ്യുന്നു. സ്ത്രീ ശക്തി ഭരണകൂടത്തെ പിടിച്ചു കുലുക്കിയ അപൂർവമായൊരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ ഇവിടെയും നിയമസഭയിലും നിരവധി പ്രാവശ്യം നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആശാവർക്കർമാരെ നിയമിക്കുന്ന കാലത്തെ ജോലിയല്ല നിങ്ങളുടെ ജോലി. ആ ജോലി ഭാരത്തെക്കുറിച്ച് ഞങ്ങൾ എണ്ണി നിയമസഭയിൽ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും പറഞ്ഞു. എണ്ണിയാൽ ഒടുങ്ങാത്ത ജോലിയാണ്. 12 മണിക്കൂറും 14 മണിക്കൂറും ജോലി ചെയ്ത് വീട്ടിലെത്തിയാലും കുത്തിക്കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത്രമാത്രം ജോലി ചെയ്തിട്ടും ന്യായമായ വേതനം കിട്ടുന്നില്ല. ആ വേതനം കിട്ടണം. അതിന് കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് കൊടുക്കണം, സംസ്ഥാന ഗവൺമെൻറ് അത് വർദ്ധിപ്പിക്കണം. 21,000 രൂപയാണ് ഒരു മിനിമം കൂലി. കേരളത്തിലെ ഒരു മിനിമം കൂലിയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യായമായ കാര്യമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ വെച്ച് പറഞ്ഞു, അദ്ദേഹത്തോട് ഫോണിൽ പറഞ്ഞു. ഇനി ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടു പറയാൻ പോകും. ആരോഗ്യമന്ത്രി മാത്രം വിചാരിച്ചാൽ പ്രശ്നം തീരില്ലെന്നും സമരത്തോടുള്ള അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരം രൂക്ഷമാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാമാന്യ മര്യാദ പോലും മുഖ്യമന്ത്രിക്കില്ല. ആശമാരുടെ വിഷയം ഇന്നും സഭയിൽ ഉന്നയിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. മറ്റു കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഫോണിൽ ആവശ്യപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം തയ്യാറാകുന്നില്ല. ആശമാരോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ സമരം അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് പിന്തുണ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നിങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. കോവിഡ് കാലത്തും അല്ലാത്തപ്പോഴും ജനങ്ങളെ സേവിക്കാൻ നിങ്ങൾ ജീവൻ കയ്യിലെടുത്തുകൊണ്ട് പ്രവർത്തിച്ചവരാണ്. കഷ്ടപ്പെട്ട് ഓരോ വീടുകളിലെയും ജനങ്ങൾക്ക് സേവനം എത്തിച്ചവരാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും കണ്ട് അതിന് പരിഹാരം കാണാൻ ഒരു ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാമാന്യ മര്യാദ മുഖ്യമന്ത്രി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ സമരത്തെ അവഗണിച്ചാൽ അത് ഇല്ലാതാക്കാമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. ഈ സമരത്തോടൊപ്പം ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. ഇന്നും സഭയിൽ ഞാൻ ഈ കാര്യം ഉന്നയിക്കാം. എന്റെ പ്രസംഗത്തിൽ ഞാൻ ഈ കാര്യം, നിങ്ങളുടെ കാര്യം ഉന്നയിക്കുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നടത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ആശമാരുടേത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. കണ്ണു തുറക്കാത്ത, ഹൃദയമില്ലാത്ത ഭരണാധികാരികളാണ് നാട് ഭരിക്കുന്നത്. ഈ സ്ത്രീകളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ തോറ്റു മടങ്ങുക മാത്രമേ നിവൃത്തിയുള്ളൂവെന്ന് കെ രമ പറഞ്ഞു. വെയില് കൊണ്ട്, മഴ കൊണ്ട് പട്ടിണി കിടന്ന് സമരം ചെയ്യുകയാണ് എന്നുള്ളത്
അത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. അത് ഒരുപക്ഷെ ഈ AC റൂമുകളിലും ചില്ലുമേടകളിലും ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാവില്ല. ഇവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതം, ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ട് താഴേക്കിടയിലുള്ള ജനതകൾ എന്നുള്ളത്. നമ്മുടെ ആരോഗ്യരംഗം നമ്പർ 1 ആണ് എന്നതാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും നാൾക്കുനാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ നമ്പർ 1 ആക്കുന്നതിന് അഹോരാത്രം പണിപ്പെടുന്ന ഒരു വിഭാഗം ആരാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ആശമാരാണ്. നിങ്ങൾ നടത്തുന്ന അധ്വാനം, നിങ്ങൾ നടത്തുന്ന സേവനങ്ങൾ ഒരു കൂലിയും പ്രതീക്ഷിക്കാതെ വലിയ വരുമാനങ്ങൾ കിട്ടുമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാതെ ആശയറ്റ ആശമാരാണ് ഈ നാടിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. പക്ഷേ അവരുടെ ആശ പൂർത്തീകരിക്കാൻ അവര് മുന്നോട്ട് വെച്ച ഈ ഡിമാൻഡ് മിനിമം കൂലി 233 രൂപ കൊണ്ടൊരു ദിവസം ഒരു കുടുംബത്തിന് പുലരാൻ കഴിയില്ല എന്നുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാട്. ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, തങ്ങളുടെ കുട്ടികളെ പറ്റാൻ സാധിക്കുന്നില്ല, ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ 24 മണിക്കൂറും ഈ നാടിനു വേണ്ടി സേവനം ചെയ്യുന്നു. ഓരോ ദിവസവും വീടുകൾ കയറിയിറങ്ങി കണക്കുകൾ ശേഖരിക്കുന്നു. ഓരോ അസുഖങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ഹെൽത്ത് റിപ്പോർട്ട് നടത്തുന്നു. ഇവിടുത്തെ JPHമാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഭരണാധികാരികൾക്ക് കണ്ണു തുറക്കുന്നില്ല. കണ്ണു തുറക്കാത്ത, ഹൃദയമില്ലാത്ത ഭരണാധികാരിയാണ് ഈ നാട് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സമരത്തെ കാണാതെ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമര ശക്തിക്ക് മുന്നിൽ, ഈ സ്ത്രീകളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ തോറ്റു മടങ്ങുക മാത്രമേ നിങ്ങൾക്ക് നിവൃത്തിയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ തോറ്റുപോകും. ഇവിടെ പണിയെടുക്കുന്നവരാണ്, ഇവിടെ അധ്വാനിക്കുന്നവരാണ്, നിങ്ങളുടെ മറ്റ് സൗകര്യങ്ങൾ കണ്ട് ഇവിടെ നിൽക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ആശമാരുടെ ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അത് നിറവേറ്റാൻ ആവശ്യമായ പ്രഖ്യാപനത്തിൽ അതിന്റെ ചർച്ചയിലേക്ക് കടക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇന്നലെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ വളരെ പരിഹാസത്തോടെ ഒരു തരത്തിലും ഇത് അനുകൂലമായ സമീപനമാണ് എന്ന് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് തോന്നാൻ കേട്ടിട്ടില്ല. 35 ദിവസത്തിന് ശേഷം പ്രതികരിച്ചിട്ടും ഈ സമരത്തെ ഞങ്ങൾ കാണുന്നു. അവരുമായിട്ട് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യും, അവരെ ഞങ്ങൾ വിളിച്ചിരുത്തും എന്നൊരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പറയണ്ടേ? അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 36 ദിവസത്തിലേക്ക് കടന്ന് ഉപരോധത്തിലേക്ക് നീങ്ങിയതിനിടെ ഓണറേറിയം നൽകുന്നതിനുള്ള 10 മാനദണ്ഡങ്ങൾ സർക്കാർ പിൻവലിച്ചു. ആശാവർക്കർമാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒരാവശ്യമാണിപ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്. സർക്കാർ തീരുമാനം സമരത്തിന്റെ വിജയമാണെന്നും എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും ആശാവർക്കർമാർ വ്യക്തമാക്കി. M5 ന്യൂസ്, തിരുവനന്തപുരം.